+1 അധിക ബാച്ച് വിദ്യാഭ്യാസ വകുപ്പിനെതിരെ കോൺഗ്രസ് അനുകൂല മാനേജ്മെന്റ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ബാച്ചുകൾ അനുവദിച്ചത്. അപേക്ഷ നൽകിയ സ്കൂളുകളിൽ പരിശോധന നടത്താൻ പോലും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറായില്ല. ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ് എന്ന് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ പറഞ്ഞു. നമ്മൾ പറഞ്ഞതാ. അപ്പോ കോഴിക്കോട് ജില്ല എന്നുള്ള റെക്കമെൻഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടില്ല. അവസാനം ലിസ്റ്റ് ഒന്നൊക്കെ നമ്മളില്ല. അങ്ങനെയാണ് ഈ അപേക്ഷ നമ്മൾ കൊടുത്ത് നമ്മളെ എല്ലാവരും വന്ന് നോക്കണ്ടേ. RDD ഒക്കെ വരുമ്പോ കൊടുത്ത അപേക്ഷ ഉള്ള സ്കൂളൊക്കെ മുഴുവൻ വന്ന് നോക്കണ്ടേ. അത് ചെയ്തിട്ടില്ലല്ലോ. ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നടപടിക്രമമായിപ്പോയി. അത് ഹ്യൂമാനിറ്റീസിന് ഒരു ബാച്ചുള്ളൂ നമുക്ക്. ഇപ്രാവശ്യം ഒരുപാട് കുട്ടികൾ മടങ്ങിപ്പോയി. ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഇങ്ങനെ ബാച്ച് കിട്ടിയോ ഞങ്ങൾക്കും കൂടി പറഞ്ഞ് വെച്ച് കിട്ടിയിട്ടില്ല. ഒരുപാട് ആള് വിളിച്ചുകൊണ്ടിരിക്കുക. ലോക്കലായിട്ടുള്ള കുട്ടികൾ തന്നെ വട്ടോളി പരിസരത്തുള്ള കുട്ടികൾ തന്നെ കയറാൻ സാധിച്ചിട്ടില്ല. അവിടെ പഠിച്ച കുട്ടികൾക്ക് വരെ നമ്മൾക്ക് കയറാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ആ മേഖലയൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറ്റിയാടി ആയിക്കോട്ടെ, കായക്കുടി ആയിക്കോട്ടെ, അതാറിറ്റി ഇല്ല, മറ്റേ നരിപ്പറ്റ RNMHS ഇല്ല. ആ ഏരിയയിലൊന്നും വാണിമേറി ഉണ്ട്. ഒരു മേഖല അങ്ങനെ തന്നെ ഒഴിവായിപ്പോയി. മുഹമ്മദ് ഷഹീദ് തത്സമയം ചേർക്കുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുകളാണ് ഈ പറയുന്നത്? ചില മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത് നടപ്പാക്കിയതെന്നൊക്കെയാണ്. അതുകൊണ്ട് ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ എണ്ണി പറയുന്നത്? മോത്തി, വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മാനേജറാണ് രവി അരയിലാട്ട്. അത് വട്ടോളി സ്കൂൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ KPC അംഗം VN ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കമ്മിറ്റി അംഗങ്ങളായ കോൺഗ്രസുമായി വലിയ അടുത്ത ബന്ധമുള്ള ഒരു സ്കൂൾ മാനേജ്മെൻറ്റാണ്. ആ മാനേജ്മെൻറ്റാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഈ +1 അധിക ബാച്ച് നൽകിയതിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട +1 അധിക ബാച്ച് അനുവദിക്കുന്ന സമയത്ത് വട്ടോളി സ്കൂളിൽ അവരുടെ സ്കൂളിന് ബാച്ച് ലഭിക്കണമെന്ന് കാര്യകാരണങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായ അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് ഈ അപേക്ഷ നൽകിയ സ്കൂളുകളിൽ പരിശോധനയെങ്കിലും നടത്തേണ്ടതാണ്. അതിന് യോഗ്യമാണോ അല്ലേ എന്നുള്ള പരിശോധനയെങ്കിലും നടത്താം. പക്ഷേ അങ്ങനെ ഒരു പരിശോധന പോലും തയ്യാറല്ല. അതിനു മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തം നില, അദ്ദേഹം അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ കൂടി സ്വന്തം നിലയിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അതിനനുസരിച്ചാണ് നൽകിയത് എന്നുള്ളത് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ +1 അധിക ബാച്ച് നൽകിയത് മുഴുവൻ സർക്കാർ സ്കൂളുകൾ മുഴുവൻ തഴഞ്ഞ് എയ്ഡഡ് സ്കൂളുകൾ മാത്രമാണ് പരിഗണിച്ചത്. അത് ഈ പൊതുവിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ സ്കൂളുകളെ തകർക്കുന്ന നിലപാടിലേക്ക് പോവുകയാണ് എന്ന് ഈ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിലൊരു അസാധാരണത്വവും നമുക്ക് പ്രകടമായിരുന്നു. അതായത് ഈ അധിക ബാച്ചൊക്കെ നൽകുമ്പോൾ സർക്കാർ എയ്ഡഡ് മാനേജ്മെൻറ്റ് മേഖലയിൽ ഒക്കെ തുല്യമായി വീതം വെച്ച് അല്ലെങ്കിൽ ആ തരത്തിലൊരു വിഹിതം സർക്കാർ സ്കൂളുകളെയും നൽകിക്കൊണ്ടാണ് അത് പുതിയ ബാച്ചുകളൊക്കെ അനുവദിക്കാറുള്ളത്. പക്ഷേ ഇത് സ്വകാര്യ അല്ലെങ്കിൽ എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു +1 ബാച്ച് നൽകലാണ് നടന്നത്. ഇപ്പോൾ ഈ വിഷയത്തിലാണ് ഇപ്പോൾ മറ്റൊരു വിധത്തിലേക്ക്, അതായത് എയ്ഡഡ് മാനേജ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ പരിശോധനയൊന്നും നടത്താതെയാണ് ഇത്തരത്തിൽ ബാച്ചുകൾ അനുവദിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ ഉയരുന്നൊരു ചോദ്യം, എന്തടിസ്ഥാനത്തിലാണ്, എന്ത് മാനദണ്ഡ പ്രകാരമാണ് സർക്കാർ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 20 സ്കൂളുകളിലാണ് അധിക ബാച്ചുകൾ നൽകിയത്. 20ഉം സ്വകാര്യ മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾക്കാണ് നൽകിയത്. എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഇങ്ങനെ ഈ 20 സ്കൂളുകളെ തെരഞ്ഞെടുത്തത് എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അത് കോൺഗ്രസ് അനുകൂല മാനേജ്മെൻറ്റ് തന്നെ അത് ഉയർത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഈ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് ജില്ലകളിലായാണ് 120 സ്കൂളുകൾക്ക് അധിക ബാച്ച് നൽകിയത്. അതിൽ 90 സ്കൂളുകളും എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളുകളാണ് എന്നുള്ളതാണ്. 30 സർക്കാർ സ്കൂളുകൾ മാത്രമാണ് പരിഗണിച്ചത്. അതിനെയാണ് ഇന്നലെ അധ്യാപക സംഘടന ഉൾപ്പെടെയുള്ളവർ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നത് എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അനുകൂല മാനേജ്മെൻറ്റ് തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ നിലപാടിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത്.